നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് 8-ാം മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോളിംഗ് 46% കടന്നു. കനത്ത മഴയിലും രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, 50% അടുക്കുകയാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുതൽ ഉച്ചവരെ ചെറിയ തോതിൽ മഴ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് ചില പഞ്ചായത്തുകളിൽ വലിയ മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ പോളിംഗ് തുടങ്ങിയ സമയത്ത് വലിയ മഴ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുട ചൂടിയ ആളുകൾ എത്തുന്നതും ക്യൂ നിൽക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ ഇപ്പോൾ മഴ അല്പം കുറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ട്. ഇതിനിടയിലാണ് ചില അനിഷ്ട സംഭവങ്ങൾ ചുങ്കത്തറയിൽ ഉണ്ടായത്. അവിടെ വോട്ട് ചെയ്യാനെത്തിയ സംവിധായകരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് UDF പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് സംഘർഷത്തിൻ്റെ വക്കോളം എത്തിയപ്പോഴേക്കും പോലീസ് ഇടപെട്ടുകൊണ്ട് 3 LDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഇപ്പോഴവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംഘർഷമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. മാത്രവുമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരു പോളിംഗ് വർധനയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നുള്ള വിവരം പുറത്തു വരുന്നു. 1 മണിവരെയുള്ള കണക്കുകൾ മാത്രമാണ് ഈ 49%. പുതിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയായും പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 4 മണിയോടുകൂടി തന്നെ ആ കണക്കുകളും പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഇരു മുന്നണികളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോളിംഗിൽ കാര്യമായ വർധന ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ പ്രാവശ്യം 76.6% പോളിംഗ് എങ്കിൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അത്ര തന്നെ എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച സമയത്ത് നിലമ്പൂരിലെ പോളിംഗ് ശതമാനം 71 ആയിരുന്നു. അതിനേക്കാൾ കൂടുതൽ മുകളിലെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇവിടെ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആവേശം വോട്ടെടുപ്പിൻ്റെ കാര്യത്തിലും കാണപ്പെടുന്നുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 7 പഞ്ചായത്തുകളിലും ഒപ്പം നഗരസഭയിലുമൊക്കെ തന്നെ ആളുകളുടെ നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. രാവിലെ മുതൽ ഈ നിര നമുക്ക് ദൃശ്യമായിരുന്നു. കാരണം ജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെയുള്ളവർ രാവിലെ എത്തി. ഇനി ഉച്ചയ്ക്ക് ശേഷം വീട്ടമ്മമാരും സ്ത്രീകളൊക്കെ ഒക്കെയാണ് ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുക. വൈകുന്നേരത്ത് 6 മണി വരെയാണ് പോളിംഗ് സമയം. അപ്പോൾ പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് ഇരു മുന്നണികളും എടുത്തിരിക്കുന്നത്. ഈ വോട്ടിംഗ് ശതമാനം ഉയരുന്നതിനൊപ്പം തന്നെ ചില വാദപ്രതിവാദങ്ങളും ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറിക്കൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉയർന്ന് വന്നിരിക്കുന്നു, തലപ്പൊക്കിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ശശി തരൂർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് തന്നെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ തന്നെയും ക്ഷണിക്കാതെ തന്നെ പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ തനിക്കുണ്ട്. തനിക്ക് വേണ്ടി നിലമ്പൂരിൽ പ്രചാരണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മിസ്ഡ് കോൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ താൻ നിലമ്പൂരിലെത്തിയാൽ ഏത് പ്രസംഗവേദിയിൽ പങ്കെടുക്കണം, മന്ത്രിയോ അല്ലെ ഏത് സ്ഥാനാർത്ഥിയോടൊപ്പം ഏത് വേദി പങ്കെടുക്കണം എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് താൻ പോകാതിരുന്നതെന്നൊക്കെ ശശി തരൂർ പറഞ്ഞിരുന്നെങ്കിലും തൊട്ടു പിന്നാലെ ഇത് കല്യാണമല്ല ക്ഷണിക്കാൻ, പകരം കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയാണ്, എല്ലാവർക്കും പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ട്, ഒപ്പം ഈ ആഹാരം ഇവിടെയും കൂറ് മോദിയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP എത്തിയിരുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ വളരെ ശക്തി പ്രാപിക്കുന്നതിനിടയിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ എത്തിയിരുന്നു. ഇവിടെ എത്തിയ നേതാക്കന്മാരിൽ നല്ലൊരു ശതമാനവും ക്ഷണിക്കപ്പെടാതെ സ്വയം തീരുമാനിച്ച് എത്തിയതാണ്. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ നൽകിയ താരപ്രചാരക ലിസ്റ്റിൽ 40 പേരുടെ ലിസ്റ്റാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. അതിൽ 8ാമത്തെ പേരുകാരനായി ശശി തരൂരിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിയതോടെ തന്നെ ആ രേഖകൾ കൂടി പുറത്തു വന്നതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. കാരണം ശശി തരൂരിൻ്റെ വാദം പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു വിവരം. അതേസമയം നേരത്തെ ഈ കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട VV പ്രകാശ്, അതായത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട VV പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തില്ല, അവരെ ഇലക്ഷൻ ബഹിഷ്കരിക്കും എന്നൊക്കെ തരത്തിൽ PV അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് VV പ്രകാശിൻ്റെ കുടുംബം ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങൾ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ VV പ്രകാശുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉയർത്തിവിട്ടത്. PV അൻവർ പ്രധാനമായും പറഞ്ഞത് VV പ്രകാശിൻ്റെ കിട്ടേണ്ടിയിരുന്ന
വന്ന വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് ഇടപെട്ടുകൊണ്ട് അത് തനിക്ക് അനുകൂലമാക്കിയ തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള വിരോധം കൊണ്ടാണ് വി വി പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ വോട്ട് ചെയ്യാൻ വരാത്തതെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കൃത്യമായും അവർ വോട്ട് ഇടുന്നതിന് വേണ്ടി എത്തിച്ചേരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വി വി പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടുകൾക്ക് PV അൻവറിനോട് പരാജയപ്പെട്ടു പോയ വി വി പ്രകാശിൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ വാദങ്ങളും പൊളിയുകയും ഓരോ തരത്തിലുള്ള പ്രചരണങ്ങൾ ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പോളിംഗ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗിന് അവശേഷിക്കുന്നത്. ഏകദേശം 6 മണിക്കൂറിൽ തന്നെ പോളിംഗ് അവസാനിക്കും. അതിന് മുന്നോട്ട് തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അജിന. ശരി. നിലമ്പൂർ